ഇവിടെ AGS ഓഫീസിനകത്ത് സമരം സംഘടിപ്പിക്കുമ്പോഴും ഇവിടെ ഓഫീസിനകത്തുള്ള ചില ഉദ്യോഗസ്ഥരുണ്ട് പോലീസിനെ ഇറക്കി അങ്ങ് SFI അങ്ങ് ഉണ്ടാക്കി കളയാന്നുള്ള ധാരണയിൽ ചില ഏമാന്മാർ ഈ AGS ഓഫീസിനകത്തുണ്ട്. ഏത് പോലീസല്ല പട്ടാളം വന്നാലും SFI ഇതിനകത്ത് മാർച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ഇവിടെ ഇരുന്ന് അവസാനിപ്പിക്കും. അതാണ് SFIയുടെ പാരമ്പര്യം, അതാണ് SFIയുടെ ചരിത്രം. ചില പോലീസുകാർക്ക് ഹാലിളകിയിട്ടുണ്ട്. ഇതിനു മുമ്പ് നടന്ന ചില കാര്യങ്ങളൊന്നും ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നടന്ന പല കാര്യങ്ങളും ഞാൻ പോലീസുകാരെ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എല്ലാ പോലീസുകാർമാർക്കും നല്ല നിഗമനം ഉണ്ടാവുമല്ലോ. അതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടാണ് SFI ഈ രൂപത്തിനകത്ത് സമരത്തിലേക്ക് വന്നിട്ടുള്ളത്. ഈ സമരത്തിന്റെ അധ്യക്ഷനായിട്ട് SFIയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടുള്ള സഖാവ് വിജയ വിമലിനെ സ്വാഗതം ചെയ്തു. പ്രിയമുള്ള വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, സഖാക്കളെ, തിരുവനന്തപുരത്ത് ഇന്ന് ഈ മാർച്ച് സംഘടിപ്പിക്കാനുള്ള സാഹചര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. രാജ്യത്ത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയാണ് നീറ്റ് പരീക്ഷ. ആ നീറ്റ് പരീക്ഷ, അതിന്റെ ചോദ്യപേപ്പർ സ്വകാര്യ കോച്ചിംഗ് സെന്ററുകൾക്ക് ചോർത്തി നൽകിയതിനെതിരെ, ആ കോച്ചിംഗ് സെന്ററുകൾക്ക് ചോർത്തി നൽകിയ വിവരം പുറത്തു വന്ന സാഹചര്യത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് ഉച്ചയോടുകൂടി വന്ന് പ്രഖ്യാപിക്കുകയാണ്, രാജ്യത്ത് നടപ്പിലാക്കിയ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ, കഷ്ടപ്പെട്ട ഒരു വർഷക്കാലം മുഴുവൻ കേരളത്തിലും ഇന്ത്യയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലും തങ്ങളുടെ +2 പഠനത്തിന് ശേഷം 1ഉം 2ഉം തവണ റിപ്പീറ്റും റീറിപ്പീറ്റും അതിൽ കൂടുതൽ തവണ റിപ്പീറ്റും ചെയ്ത് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളോട് ഇന്ന് ഉച്ചയോടുകൂടി പ്രഖ്യാപിക്കുകയാണ്, നിങ്ങളുടെ പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നു. ഇതേ പരീക്ഷ മെയ് മാസം 6 നടക്കുമ്പോൾ വിചിത്രമായ ഒരു ഉത്തരവ് രാജ്യത്തിന്റെ NTA പുറത്തിറക്കിയിരുന്നു. അത് ഇന്ന് സംസ്ഥാനത്ത് രാജ്യത്ത് MBBS പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെയും ശനി ഞായർ ദിവസം, അതായത് ഈ നീറ്റ് പരീക്ഷ നടക്കുന്ന ദിവസങ്ങളിൽ ക്ലാസ് ഉണ്ടാകും. കാരണം എന്താണ് അവർ ഉത്തരമായി പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചപ്പോൾ അതിന് ഉത്തരമായി നൽകിയത്, പരീക്ഷയ്ക്ക് കോപ്പിയടി സംഭവിക്കുന്നു, ആൾമാറാട്ടം സംഭവിക്കുന്നു, അതൊഴിവാക്കാനാണ് നിങ്ങൾക്ക് ക്ലാസ് മുറികളെന്ന്. ആ ക്ലാസുകൾ MBBSകാർക്ക് വെച്ചതിനെതിരെ അന്ന് SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരം നടത്തി. എന്നിട്ടും അവർ ക്ലാസുമായി മുന്നോട്ട് പോകും. ഞങ്ങൾ ക്ലാസ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മെഡിക്കൽ കോളേജുകളിൽ വിദ്യാർത്ഥികൾ ക്ലാസുകളിൽ വന്നില്ല. എന്നാൽ ഇന്നെന്താ സംഭവിക്കുന്നത്? രാജ്യത്ത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ, അവരുടെ കഷ്ടപ്പാട്, രാവന്തിയോളം പകലും രാത്രിയുമില്ലാതെ മണിക്കൂറുകൾ ഇരുന്നു പഠിച്ച് അധ്യാപകരും അവരുടെ മാതാപിതാക്കളും ഇല്ലാത്ത പണം ചെലവഴിച്ച് നീറ്റിന് പറഞ്ഞയച്ച വിദ്യാർത്ഥികളുടെ ഭാവി ഇന്നത്തോടുകൂടി അറബിക്കടലിൽ വലിച്ചെറിഞ്ഞിരിക്കുന്നു കേന്ദ്ര സർക്കാർ. ആരാണ് ഉത്തരം പറയാനുള്ളത്? കൃത്യം ഒരു വർഷത്തിന് മുന്നെയാണ് രാജ്യത്തെ നെറ്റ് പരീക്ഷ സമാനമായി റദ്ദാക്കിയത്. ഇതാ AGS ഓഫീസിലെ ഉദ്യോഗസ്ഥർ SSCയും വ്യത്യസ്ത പരീക്ഷകളും UPSCയും സകലമാനവും നടത്തുന്ന രാജ്യത്തെ കേന്ദ്ര സർക്കാർ, അതിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന MHRD, അതിന്ന് കൈകാര്യം ചെയ്യുന്നത് സംഘപരിവാറാണ്. ആ സംഘപരിവാർ രാജ്യത്തെ വിവിധ NTA സ്ഥാപനങ്ങൾ എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ അറിയണം. ഈ സംസ്ഥാനത്ത് തന്നെ NTAയുടെ ഒരു സെന്റർ ഉള്ളത് കണ്ണൂർ ബസ് സ്റ്റാൻഡിന്റെ മുകളിലെ ഒരു താൽക്കാലിക വാടക കെട്ടിടത്തിലാണ്. രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ പരീക്ഷ നടത്തുന്ന NTAയുടെ സെന്റർ ഏറ്റവും തെറ്റായ നിലയിൽ, മനുഷ്യവിരുദ്ധമായി, വിദ്യാർത്ഥി വിരുദ്ധമായി, അങ്ങേയറ്റം ഏറ്റവും വസ്തുതാവിരുദ്ധവും അതിനപ്പുറത്തേക്ക് അഴിമതിയും കൊണ്ടുകാടുന്ന നിലയിലേക്ക് രാജ്യത്തെ കേന്ദ്ര സർക്കാർ ഇത് കൈകാര്യം ചെയ്യുകയാണ്. ഈ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഏതു പരീക്ഷയിലും ഞങ്ങൾക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവർത്തിക്കുന്നു, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിട്ട് രാജ്യത്ത് ഏറ്റവും നല്ല നിലയിൽ ക്രമക്കേടൊന്നുമില്ലാതെ ചട്ടങ്ങൾ പാലിച്ച് ഏറ്റവും മാതൃകാപരമായി പരീക്ഷ നടത്താൻ കഴിയുന്ന സ്ഥാപനങ്ങൾ സൃഷ്ടിച്ചെടുക്കണം. അതിന് രാജ്യത്തെ RSSന് കഴിയില്ല. സ്വകാര്യവൽക്കരണവും ഉദാരവൽക്കരണവും പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ രാജ്യത്തെ മുഴുവൻ സർവകലാശാലകളെയും ഇല്ലാതാക്കുന്ന RSSന് അത് കഴിയില്ല.